തൃശൂർ പെരിങ്ങോട്ടുകരയിൽ വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞു. സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീട്ടിലേക്കാണ് സ്ഫോടക വസ്തു എറിഞ്ഞത്. വലിയ ശബ്ദത്തോടെ വീടിന് മുറ്റത്ത് പൊട്ടിത്തെറിച്ചു. മനോജ് ഉണ്ട്. മനോജ്, എപ്പോഴായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്? പ്രത്യേകിച്ച് സ്ത്രീകൾ മാത്രം താമസിക്കുന്ന ഒരിടത്തേക്കാണ് ഇങ്ങനെയൊരു അക്രമം നടന്നിരിക്കുന്നത്. പോലീസ് എന്താണ് പറയുന്നത്? രജനി, രാത്രി 9 മണിയോടുകൂടിയായിരുന്നു ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്. പെരിങ്ങോട്ടുകര കരുവാംകുളത്താണ് ഈ വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞിട്ടുള്ളത്. കരുവാംകുളം ഗുരുജി റോഡിൽ ഈ നായരുപറമ്പിൽ ബിജുവിന്റെ വീടിന് നേരെയാണ് ഈ ബൈക്കിലെത്തിയ മൂവർ സംഘം ഈ സ്ഫോടക വസ്തു എറിഞ്ഞിട്ടുള്ളത്. ഈ സമയത്ത് ബിജുവിന്റെ അമ്മയും ഭാര്യയും വിദ്യാർത്ഥികളായിട്ടുള്ള 4 പെൺമക്കളുമാണ് ഈ വീട്ടിൽ ഉണ്ടായിരുന്നത്. ഈ വീടിന് നേരെയാണ് ഉഗ്ര ശബ്ദത്തോടുകൂടി ഈ ഒരു സ്ഫോടക വസ്തു വന്ന് വീണത്. ഈ വീടിന് മുൻവശത്ത് വീണ് ഈ സ്ഫോടക വസ്തു പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഇതിൽ 3 പേർ ബൈക്കിലെത്തിയാണ് ഇത്തരത്തിൽ ഈ സ്ഫോടക വസ്തു എറിഞ്ഞതെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്തിക്കാട് പോലീസിനെ വിവരമറിയിച്ചിരുന്നു. പോലീസ് സ്ഥലത്തെത്തി ഈ പരിശോധിച്ച് വരികയാണ്. ഈ മുറ്റത്ത് വീണത് കൊണ്ട് തന്നെ കാര്യമായ നാശനഷ്ടങ്ങളൊന്നുമില്ല. ഈ സ്ഫോടക വസ്തുവിന്റെ അവശിഷ്ടങ്ങളൊക്കെ തന്നെ ഈ മുറ്റത്ത് കിടക്കുകയാണ്. ഇത് പോലീസ് പരിശോധിച്ച് വരികയാണ്. ആരാണ് ഈ ഇതിന് പിന്നിലെന്ന് പോലീസ് അന്വേഷിക്കുകയാണ്. ആരാണെന്നത് വ്യക്തമല്ല. എന്നാലും ഇത്തരമൊരു ആക്രമണം നടത്തിയതിന് പിന്നിലെ കാരണം എന്താണ് എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഈ പെരിങ്ങോട്ടുകരയിലാണ് ഈ സ്ത്രീകൾ മാത്രം താമസിച്ചിരുന്ന വീട്ടിലേക്ക് ഇത്തരമൊരു ആക്രമണം ഉണ്ടാകുന്നത്. ഈ സമീപ പ്രദേശത്തൊക്കെ തന്നെ ഇത്തരത്തിൽ ഈ ഗുണ്ടാ സംഘങ്ങളുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഈ സംഭവങ്ങളൊക്കെ തന്നെ നേരത്തെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ തൃശ്ശൂർ ജില്ലയിലാണ് നിരന്തരമായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീട്ടിലേക്ക് ഇത്തരം ഒരു ആക്രമണം ഉണ്ടാകുന്നു. പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. രജനി, മനോജ്, ഇത് കരുതിക്കൂട്ടിയ ഒരു ആക്രമണമാണ് എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു. കാരണം ബൈക്കിലെത്തിയ സംഘമാണ് ഈ വീട് മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയിരിക്കുന്നത്. തീർച്ചയായും ഇത്തരത്തിൽ കരുതിക്കൂട്ടിയുള്ള ഒരു ആക്രമണം തന്നെയാണ്. ബൈക്കിലെത്തിയ 3 പേർ ചേർന്നാണ് ഈ ഒരു സ്ഫോടക വസ്തു എറിഞ്ഞ് അവിടെ നിന്ന് തിരികെ പോകുന്നത്. ഈ ബൈക്കിൽ വന്നത് ആരാണെന്ന് ഈ വീട്ടുകാർ കണ്ടിട്ടില്ല. ഈ ശബ്ദം കേട്ടതോടെയാണ് വീടിന് പുറത്തേക്ക് ഇവർ ഇറങ്ങി നോക്കുന്നത്. അപ്പോൾ ആണ് ഈ സ്ഫോടക വസ്തുക്കളുടെ അവശിഷ്ടങ്ങൾ ഈ വീടിന് മുൻവശത്ത് കിടക്കുന്നത് കാണുന്നത്. എന്തായാലും വലിയ ശബ്ദത്തോടു കൂടിയായിരുന്നു ഈ ഒരു പൊട്ടിത്തെറി ഉണ്ടായത്. തുടർന്ന് വീടിന് സമീപത്തുള്ള മറ്റ് നാട്ടുകാരൊക്കെ ഓടിക്കൂടുകയായിരുന്നു. അതിനുശേഷമാണ് പോലീസിനെ വിവരം അറിയിക്കുന്നത്. അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തിയാണ് ഈ പരിശോധന ഇപ്പോൾ പുരോഗമിക്കുന്നത്. രജനി, ശരി മനോജ്.